നമസ്കാരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ബംഗാൾ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി. കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത 4 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതേസമയം നാളെ മുതൽ മഴയുടെ തീവ്രത കുറയുമെന്നും വിവരമുണ്ട്. 70 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി നാളെ കഴിഞ്ഞ് 5 മുതൽ 10 കിലോമീറ്റർ വരെയായി കുറയാം. ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 5 മരണം കൂടി സംഭവിച്ചു. 3 പേരെ കാണാതായി. ഇടുക്കിയിൽ കുമളി ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് മുകളിൽ മരം വീണ് ചങ്ങനാശ്ശേരി സ്വദേശി 19-കാരനായ ശ്രീജിത്ത് മരിച്ചു. തിരുവനന്തപുരത്ത് മുരുക്കുംപുഴയിലും കടയ്ക്കാവൂരിലും ആലപ്പുഴ തകഴിയിലും അരൂരിലും ട്രാക്കിൽ മരം വീണ് ഏറെ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത കാറ്റിൽ എറണാകുളം ജില്ലയിൽ കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പറവൂർ കെടാമംഗലം മുളുവണ്ണി രാംപറമ്പിൽ രാധാകൃഷ്ണനെയാണ് കാണാതായത്. കൂടെയുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. കുമ്പളം കായലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കെ വൈകിട്ട് 6 പെട്ടെന്നുണ്ടായ കാറ്റിൽ വള്ളം മറിയുകയായിരുന്നു. ജില്ലയിൽ ഇതുവരെ 182 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നു. കനത്ത മഴയിൽ കാക്കനാട് ചിത്രപ്പുഴ കവിഞ്ഞൊഴുകി. തുതിയൂർക്കരയിൽ കോളനിയിലും ഇന്ദ്രനഗറിലും ഇന്നലെ വെള്ളം കയറിയിരുന്നു. പുഴയിലെ ജലനിരപ്പ് ഇനിയും ഉയരുകയാണെങ്കിൽ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കും. വ്യാപകമായ കൃഷിനാശവും മരം കടപുഴകിയുള്ള അപകടങ്ങളും എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലായി നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണത്തൂരിൽ കനത്ത കാറ്റിൽ 52 സെന്റിലെ കാർഷിക വിളകൾ നിലംപൊത്തി. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കൃഷിനാശം ഉണ്ടായത്. കാലവർഷം ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ സംസ്ഥാനത്ത് ലഭിച്ചത് 319 മില്ലിമീറ്റർ മഴയാണ്. 57.2 മില്ലിമീറ്റർ ലഭിക്കേണ്ട സമയത്തായിരുന്നു ഇത്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും വലിയ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. നദികൾ, ജലാശയങ്ങൾ എന്നിവ കരകവിഞ്ഞു. തീരപ്രദേശത്ത് കടലേറ്റവും ഉയർന്ന തിരമാലകളും തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. 2 വീടുകൾ പൂർണ്ണമായും, ഒട്ടേറെ വീടുകൾ ഭാഗികമായും തകർന്നു. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനുകൾ തകർന്നതോടെ കാട്ടാക്കട, നെയ്യാറ്റിൻകര താലൂക്കുകൾ ഇന്നലെ രാത്രി ഇരുട്ടിലായി. വെള്ളയമ്പലം, കുടപ്പനക്കുന്ന്, പട്ടം, കരമന, കാച്ചാണി തുടങ്ങി ഒട്ടേറെ ഇടങ്ങളിൽ മരം വീണ് വാഹനങ്ങൾ തകർന്നു. ഉള്ളൂരിൽ തണൽമരം കടപുഴകി വീണ് ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതേസമയം മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ പെയ്തതോടെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഒരു ഷട്ടർ തുറന്നു. 3 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് തുറന്നത്. ആങ്ങുമൂഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിൽ ജലനിരപ്പ് ഉയരും. കക്കാട്ടാറിന്റെയും മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെ ഇരുകരകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ അറിയിച്ചു. മൂഴിയാർ ജലസംഭരണിയുടെ പരമാവധി ജലനിരപ്പ് 192.63 മീറ്ററും റെഡ് അലർട്ട് ലെവൽ 190 മീറ്ററുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്.